പാടിയോട്ടുചാലിൽ പുതുതായി ആരംഭിക്കുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ മാവേലി സൂപ്പർ സ്റ്റോർ മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മാവേലി സ്റ്റോർ അപ്ഗ്രേഡ് ചെയ്ത് സൂപ്പർ സ്റ്റോറായി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട രാജേഷിനെ ഓർക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ വലിയ പേമാരിയിലും ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ഒരു വ്യക്തി സ്വന്തം ജീവൻ മറന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി അനവധി പേരെ രക്ഷിക്കുകയും ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടാതെ മുമ്പോട്ട് പോയപ്പോൾ ശ്രീ രാജേഷിന് സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടതായിട്ട് വന്നു എന്നത് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ പ്രയാസങ്ങൾ നമ്മൾ നേരിട്ടും അല്ലാതെയൊക്കെ കണ്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരൊക്കെ ആ ഭവനത്തിൽ ചെന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഏറെ പ്രയാസം അനുഭവിച്ച ഒരു സന്ദർഭമാണ് നമ്മളെ സംബന്ധിച്ച്. പ്രളയവും മഴക്കെടുതികളുമൊക്കെ ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ ദുരിതപ്പെയ്ത്തായി മാറുന്നത് നമ്മൾ കാണുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സിനെ അഭിമുഖീകരിക്കാനും മറികടക്കാനും നമുക്ക് വ്യക്തമായ പദ്ധതികൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് രൂപീകരിക്കും. അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു കൺവെൻഷണൽ രീതിയിൽ മുമ്പോട്ട് പോയാൽ നമുക്ക് സാധിക്കുകയില്ല. കാരണം പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥയിലെ മാറ്റം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് സൃഷ്ടിക്കുന്നു. നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത നിലയിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള മാറ്റങ്ങൾ പ്രകൃതിയിൽ കണ്ടുവരികയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എക്യുപ്ഡായി മാറേണ്ട സമയം. അപ്പോൾ ഇന്നത്തെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള ആശയങ്ങൾ തീർച്ചയായിട്ടും ഈ ദുരന്ത നിവാരണ മേഖലയിൽ കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. സാന്ദർഭികം സൂചിപ്പിച്ചെന്ന് മാത്രം പ്രിയപ്പെട്ട രാജേഷിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയാണ്. നമ്മുടെ മാവേലി സ്റ്റോർ സൂപ്പർ സ്റ്റോറായി ഇവിടെ ഉയരുന്നു. ഈ മാവേലി സ്റ്റോർ നിങ്ങൾക്കറിയാം, ഓവർ ദ കൗണ്ടർ വിൽപ്പനയാണ്. സൂപ്പർ സ്റ്റോർ നമുക്ക് കടകളിലൂടെ അകത്ത് കയറി ഉപഭോക്താവിന് സൂപ്പർ മാർക്കറ്റ് പോലെ സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. അപ്പോൾ അങ്ങനെയുള്ള സൂപ്പർ സ്റ്റോഴ്സ് ലഭ്യമാക്കുമ്പോൾ വരും വർഷങ്ങളിൽ എല്ലാ മാവേലി സ്റ്റോറുകളും ഘട്ടം ഘട്ടമായി സൂപ്പർ സ്റ്റോറുകളായി നമുക്ക് മാറ്റണം. അത് ഒരു അനിവാര്യമായ, ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ കാലാനുസൃതമായ മാറ്റങ്ങളിലൊന്നാണ്. കാരണം ഫേസ് ലിഫ്റ്റ് ആവശ്യമാണ്. ഉപഭോക്താവിൻ്റെ കാഴ്ചപ്പാടുകൾ മാറി ആവശ്യത്തിൻ്റെ രീതിയും സ്വഭാവവും മാറി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റിലും നമുക്ക് ഇത് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സപ്ലൈകോയുടെ സ്റ്റോറുകൾ ആരംഭം കുറിക്കാൻ പോവുകയാണ്. അതിന് കൺവീനിയൻസ് സ്റ്റോറുകൾ എന്ന പേര് നൽകി ആദ്യം പ്രധാന മെട്രോ നഗരങ്ങളിലും പിന്നീട് നഗര ജില്ലാ കേന്ദ്രങ്ങളിലുമായി ആരംഭം കുറിക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വി കുഞ്ഞികൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. പ്രസംഗത്തിന് മുതിരുന്നില്ല. മന്ത്രി കാര്യങ്ങളെല്ലാം സംസാരിക്കും. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള VD സതീശൻ നയിക്കുന്ന ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഏതാനും മാസമേ ആയുള്ളൂ. ഇവിടെ പാടിച്ചാലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാവേലി സ്റ്റോറിന് പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് K ലളിത, വൈസ് പ്രസിഡന്റ് K കുഞ്ഞികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AV ലേജു, PN മനോജ് കുമാർ, K പ്രജിത, VV ബീന, രേഷ്മ വി രാജു, റസിയ വാഴവളപ്പിൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോസ് ചുക്കനാനി, രവി പൊന്നംവയൽ, K പ്രഭാകരൻ, MK ചന്ദ്രൻ, മുസ്തഫ, രാജൻ, വ്യാപാരി നേതാക്കളായ രാജേഷ്, K സനൂപ് എന്നിവരും പ്രസംഗിച്ചു. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.